Hi students, welcome to A Dream Classroom. So today we are dealing with the paper BEGC 110, British Literature 19th Century, particularly the third block's third unit. Okay, so കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ബ്ലോക്ക് 3ൻ്റെ 1 and 2 യൂണിറ്റ്സ് നമ്മൾ ഡീൽ ചെയ്തു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ് 3 ആണ്. ഓക്കെ, സോ വിക്ടോറിയൻ ഏജ് തുടങ്ങിയിട്ട് വിക്ടോറിയൻ ഏജാണ് നമ്മളിവിടെ ഡീൽ ചെയ്തു വരുന്നത്. അതിലെ മെയിൻ റൈറ്റേഴ്സ് ആയിട്ടുള്ള ടെന്നീസനെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പഠിച്ചത്. ഇന്ന് അടുത്ത മെയിൻ റൈറ്റർ ആയിട്ടുള്ള റോബർട്ട് ബ്രൗണിങ്. ഓക്കെ, അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ ആദ്യത്തെ ഒരു അല്ലെങ്കിൽ മീൻസ് എന്താ പറയണ്ടേ, ഫേമസ് ആയിട്ടുള്ള 3 പോയിംസ് ആണ് ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ യൂണിറ്റിൽ. അതുപോലെ യൂണിറ്റ് 4 ഈ സെയിം ബ്ലോക്കിൽ യൂണിറ്റ് 4 വരുന്നുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡ്രമാറ്റിക് മോണോലോഗാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് യൂണിറ്റ് 3 നോക്കാം. ഓക്കെ, സോ യൂണിറ്റ് 3ൽ റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ ആരാണ് റോബർട്ട് ബ്രൗണിങ്, എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അല്ലേ, ഒരു വിക്ടോറിയൻ ഏജിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത്. സോ റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും. ആൻഡ് ഓൾസോ അദ്ദേഹത്തിൻ്റെ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയംസ് ഏതൊക്കെയാണ്? പ്രോസ്പൈസ്, മീറ്റിംഗ് അറ്റ് നൈറ്റ്, ദെൻ പാർട്ടിങ് അറ്റ് മോർണിംഗ്. അപ്പോൾ ഈ 3 പോയംസ് ആണ് ഇതിൽ പ്രധാനമായിട്ടും ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ഗോ ടു ദ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഓഫ് റോബർട്ട് ബ്രൗണിങ്. സോ റോബർട്ട് ബ്രൗണിങ് എന്ന് പറയുന്നത് ആരാണ്? വിക്ടോറിയൻ ഏജിലെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൈറ്ററാണ് അല്ലേ. സോ ഹീ ഈസ് നോൺ ആസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വിക്ടോറിയൻ പോയറ്റ്സ്. ആൻഡ് ഹിസ് ടൈം പീരിയഡ് എങ്ങനെയാണ് വരുന്നത്? 1812 ജനിച്ചു, 1889 അദ്ദേഹം മരിക്കുകയാണ് ഉണ്ടായത്. ആൻഡ് അൺലൈക്ക് ദ റൊമാൻറ്റിക് പോയറ്റ്സ് ഹു ഫോക്കസ്ഡ് മെയിൻലി ഓൺ നേച്ചർ, ഇമാജിനേഷൻ ആൻഡ് പേഴ്സണൽ ഇമോഷൻസ്, ബ്രൗണിങ് വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ഹ്യൂമൻ ബീയിങ്സ്, ദെയർ മൈൻഡ്സ്, മോട്ടീവ്സ് ആൻഡ് സൈക്കോളജിക്കൽ കോംപ്ലക്സിറ്റീസ്. അപ്പോൾ ഈ വിക്ടോറിയൻ ഏജിൻ്റെ തൊട്ട് മുന്നേയുള്ള ഏജാണ് റൊമാൻറ്റിക് ഏജ് അല്ലേ. അപ്പോൾ റൊമാൻറ്റിക് ഏജിലെ പോയറ്റ്സിനെ പോലെയല്ല ബ്രൗണിങ് എന്ന് പറയുമ്പോൾ. ഈ റൊമാൻറ്റിക് ഏജിലെ റൈറ്റേഴ്സ് ഫോക്കസ് ചെയ്തിട്ടുള്ള നേച്ചർ, അതുപോലെ എക്സ്പീരിയൻസ്, അതിനൊക്കെ പകരം അല്ലെങ്കിൽ ആ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ വിട്ടിട്ട് റോബർട്ട് ബ്രൗണിങ് എന്താണ് എവിടെയാണ് ഫോക്കസ് ചെയ്തതെന്ന് വെച്ചാൽ ഹ്യൂമൻ സൈക്കോളജീനെയാണ്. ഓക്കെ, അതായത് നമ്മുടെ ഇന്നർ തോട്ട്സ് അല്ലേ, ഒരു ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഇന്നർ തോട്ട്സ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കുറേ കോംപ്ലക്സിറ്റീസ്, സൈക്കോളജിക്കൽ കോംപ്ലക്സിറ്റീസ്, ദെൻ ഹ്യൂമൻ ബീയിങ്സിൻ്റെ മൈൻഡ്സ് അല്ലേ, ദെൻ മോട്ടീവ്സ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അവർ ഡീൽ ചെയ്യുന്നത്. And he explored the inner workings of human character and often presented people in moments of crisis or self-revelation. അല്ലേ, എന്താ പറയുന്നത്? അതുപോലെ തന്നെ അദ്ദേഹം എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നർ വർക്കിങ്സ് ഓഫ് ഹ്യൂമൻ ക്യാരക്ടർ. ഒരു ഹ്യൂമൻ ക്യാരക്ടറിനെ എടുത്ത് നോക്കി ആ ക്യാരക്ടറിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, ഏതിലൂടെയൊക്കെയാണ് ആ ഒരു മനുഷ്യൻ കടന്നു പോകുന്നത്, അങ്ങനെ പലതരത്തിലുള്ള വർക്കിങ്സ് ഓഫ് ഹ്യൂമൻ ക്യാരക്ടേഴ്സ് ഒക്കെ അദ്ദേഹം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓഫൻ പ്രസൻറ്റഡ് പീപ്പിൾ ഇൻ മൊമെൻറ്റ്സ് ഓഫ് ക്രൈസിസ് ഓർ സെൽഫ് റെവലേഷൻ. ഒരു സെൽഫ് റെവലേഷൻ്റെ ടൈമിൽ അല്ലെങ്കിൽ ഈ നമ്മൾ ഈ പറയുന്ന മൊമെൻറ്റ്സ് ഓഫ് ക്രൈസിസ് അല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുന്ന ഒരു ടൈമിലോ ആ ഒരു കാര്യത്തൊക്കെ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ റോബർട്ട് ബ്രൗണിങ് ഡീൽ ചെയ്തിട്ടുണ്ട്. സോ സെൽഫ് റെവലേഷൻ എന്ന് പറയുമ്പോൾ ഡിസ്ക്ലോഷർ ഓഫ് വൺസ് ക്യാരക്ടർ ഓർ മോട്ടീവ്സ് എസ്പെഷ്യലി ഇൻ അഡ്വേർട്ടൻ്റ്ലി. ഓക്കെ, അതായത് നമ്മൾ ഒരു മനുഷ്യൻ്റെ ക്യാരക്ടറിലേക്ക് ആഴ്ന്നിറങ്ങി ചെല്ലുക എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ കേട്ടോ. So Browning's poetry can appear difficult at first because he frequently begins in the middle of a situation, leaving readers to discover the background gradually. അപ്പോൾ എല്ലാ പോയിറ്റ്സിനെയും പോലെയല്ല റോബർട്ട് ബ്രൗണിങ്, കുറച്ചുകൂടി മിസ്റ്റീരിയസ് ആണ്. അല്ലെങ്കിൽ അദ്ദേഹം എഴുതി തുടങ്ങുന്നത് എന്ന് വെച്ചാൽ ഒരു ഇവൻറ്റിൻ്റെ മിഡിൽ പാർട്ട് വെച്ചിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. എന്നിട്ട് ഗ്രാജുവലി ആണ് ആ ഒരു കാര്യത്തിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ എന്താണോ തീം, എന്താണ് അതിൻ്റെ കോൺസെപ്റ്റ് എന്നതിലേക്ക് എത്തുന്നത്. അപ്പോൾ റീഡേഴ്സിന് വിട്ടുകൊടുക്കുകയാണ് ബ്രൗണിങ് ചെയ്യുന്നത്. എന്താണ് കാര്യമെന്ന്, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ഡിസ്കവർ ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടെത്താൻ വേണ്ടി റീഡേഴ്സിനെ വിട്ടുകൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഒരു മിഡിൽ പാർട്ട് വെച്ചിട്ട് ഫ്രീക്വൻ്റ്ലി ബിഗിൻ ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ പല കവിതകളും ചെയ്തിട്ടുള്ളത്.
However, this complexity is intentional. അപ്പോൾ ഇതൊരു കോംപ്ലക്സിറ്റിയാണ് അല്ലേ, ഒരു ടൈപ്പ് ഓഫ് കോംപ്ലക്സിറ്റി ആണിത്. അതായത് റീഡേഴ്സിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, അത് അദ്ദേഹം ചെയ്യുന്നത് ഇൻറ്റൻഷനലി ആണെന്നാണ്. അതായത് വേണം എന്നുള്ള രീതിക്കാണ് അദ്ദേഹം അത് ചെയ്തത്. അല്ലെങ്കിൽ എന്താണ്, ഒരു സെൽഫ് അവെയർ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ തുടങ്ങണം എന്നുള്ള ഒരു കൃത്യമായ ബോധം ആർക്കുണ്ട്? ബ്രൗണിങ്ങിന് ഉണ്ട്. His poems challenge readers to think deeply about human psychology, morality and relationships. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്താണ്, ഡീപ്പായിട്ട് തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റീഡേഴ്സിനെ സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചാലഞ്ച് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. And a distinctive feature of Browning's poetry is his use of dramatic monologue. അടുത്തൊരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഡ്രമാറ്റിക് മോണോലോഗ് വെൻ വി കം ടു റോബർട്ട് ബ്രൗണിങ്. റോബർട്ട് ബ്രൗണിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന അടുത്തൊരു കാര്യമാണ് ഡ്രമാറ്റിക് മോണോലോഗ്. അതായത് ഒരു സ്പീക്കർ, ഒരു സിംഗിൾ സ്പീക്കർ കവിതയിൽ നിന്നിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നതിനെയാണ് നമ്മൾ ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയുക. അവിടെ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ലിസണർ ഉണ്ടാവും, ആരും ആവാം ലിസണർ, പക്ഷെ അത് സൈലൻ്റാണ്. ഒരിക്കലും എന്താ പറയുക, അപ്പോൾ ഒരു പോയറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്പീക്കറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും അത് പോവുക, അല്ലാതെ ഒരിക്കലും വേറൊരാൾ അതിൽ ഇൻ്റർഫിയർ ചെയ്യില്ല എന്നുള്ളത്. So instead of directly expressing his own feelings, he allows fictional speakers to reveal themselves through their speech. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ കുറേ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഡ്രമാറ്റിക് മോണോലോഗിലൂടെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഈ ഒരു ടെക്നിക്ക് അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ടു ഇംഗ്ലീഷ് പോയട്രി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ആൻഡ് ഹി വാസ് ബോൺ ഇൻ ക്യാമ്പർവെൽ, ലണ്ടനിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫാദർ എന്ന് പറയുമ്പോൾ ഭയങ്കര വെൽ റീഡ് ആയിട്ടുള്ള ഒരു മാൻ ആയിരുന്നു. കുറേ ലൈബ്രറിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ലിറ്ററേച്ചറിനെ സ്നേഹിക്കുന്ന ഒരാളായിരുന്നു. അതുപോലെ തന്നെ ബ്രൗണിങ്സിൻ്റെ എഡ്യൂക്കേഷനെ ഇൻഫ്ലുവൻസ് ചെയ്തതും അദ്ദേഹത്തിൻ്റെ ഫാദറാണെന്ന് പറയുന്നുണ്ട്. കുറേയൊക്കെ അദ്ദേഹം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളത് ഫ്രം ഹിസ് ഹോം ഇറ്റ്സ് ഓൺ ആണ്. വീട്ടിൽ നിന്ന് തന്നെയാണ് കുറേ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഹി ഡെവലപ്ഡ് ബ്രോഡ് ഇൻട്രസ്റ്റ് ഇൻ ലിറ്ററേച്ചർ, ഹിസ്റ്ററി, ഫിലോസഫി, മ്യൂസിക് ആൻഡ് ആർട്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ ഈ ഒരു ഫീൽഡിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് അങ്ങനെ വളർത്തിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. Then Browning began writing poetry at a young age. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്? എഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. His early works received mixed reactions because they were considered difficult and intellectual. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള റൈറ്റിങ്സ് തന്നെയാണ് അദ്ദേഹം തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റൊക്കെ ഏർലി വർക്ക്സ് ഒക്കെ എന്താണ്, പലതരത്തിലുള്ള റിയാക്ഷൻസ് ആണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. കാരണം കുറച്ചൊക്കെ ഡിഫിക്കൾട്ടാണല്ലേ, റീഡേഴ്സിന് അത് മനസ്സിലാക്കാൻ ഡിഫിക്കൾട്ടും അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ പരമായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് അദ്ദേഹം ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഹി ഗ്രാജുവലി എസ്റ്റാബ്ലിഷ്ഡ് ഹിംസെൽഫ് ആസ് ആൻ ഇന്നൊവേറ്റീവ് പോയറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റേതായിട്ട് എങ്ങനെയാണ് ഒരു ഇന്നൊവേറ്റീവ് പോയറ്റായിട്ടാണ് ഇങ്ങനെ അറിയപ്പെട്ട് വന്നിരുന്നത്. എ സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റ് ഇൻ ഹിസ് ലൈഫ് വാസ് എ റിലേഷൻഷിപ്പ് വിത്ത് ദ പോയറ്റ് എലിസബത്ത് ബാരറ്റ്. അപ്പോൾ സ്നേഹം അല്ലെങ്കിൽ അദ്ദേഹം എലിസബത്ത് ബാരറ്റ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയായിട്ട്, ഒരു പോയറ്റുമായിട്ട് സ്നേഹത്തിലാവുകയും അങ്ങനെ അവർ ലാസ്റ്റ് കല്യാണം കഴിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ ഈ ലവ് സ്റ്റോറി കൾമിനേറ്റഡ് ഇൻ മാരേജ് ഇൻ 1846. ലവ് സ്റ്റോറി അങ്ങനെ ലീഡ് ചെയ്തത് മാരേജിലേക്കാണ്. 1846 മാരേജ്. അങ്ങനെ അവർ ഇറ്റലിയിൽ സെറ്റിൽഡായി. എന്നിട്ട് ബ്രൗണിങ് സ്പെൻഡ് മെനി പ്രൊഡക്റ്റീവ് ഇയേഴ്സ്, അങ്ങനെ ആ ഒരു ഇറ്റലിയിൽ ചെലവഴിക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ആദ്യം മരിക്കുന്നത് 1861. ഓക്കെ, അത് അദ്ദേഹത്തിന് വളരെയധികം എഫക്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. എന്നാലും അദ്ദേഹം റൈറ്റിംഗ് അവിടെ നിർത്തിയില്ല. ഹി കണ്ടിന്യൂഡ് റൈറ്റിംഗ് ആൻഡ് ഇവൻച്വലി ഗെയിൻഡ് വൈഡ് സ്പ്രെഡ് റെക്കഗ്നിഷൻ. അപ്പോൾ ഭാര്യ മരിച്ച ശേഷം കുറച്ചും കൂടി കൂടുതൽ റെക്കഗ്നിഷൻ കിട്ടുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫേമസ് വർക്ക്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പാരാസിലസ്, സോർഡെല്ലോ, ഡ്രമാറ്റിക് റൊമാൻസസ് ആൻഡ് ലിറിക്സ്, മെൻ ആൻഡ് വിമൻ, ദ റിംഗ് ആൻഡ് ദ ബുക്ക് എന്നുള്ളത്. ആൻഡ് ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കിലാണ് അദ്ദേഹം കൂടുതലായിട്ടും അറിയപ്പെടുന്നത് എന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലേ കുറച്ച് പോയിൻറ്റ്സ്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പോയിന്റ് വൈസ് ആയിട്ട് എഴുതിയിട്ടുള്ളതാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വിക്ടോറിയൻ പോയിറ്റാണ് ബ്രൗണിങ്. ഇൻട്രസ്റ്റഡ് ഇൻ ഹ്യൂമൻ ബീയിങ്സ്, ദെയർ മൈൻഡ്സ്, മോട്ടീവ്സ് ആൻഡ് സൈക്കോളജിക്കൽ കോംപ്ലിസിറ്റീസ് റാദർ ദാൻ നേച്ചറിനേക്കാളും അല്ലേ അദ്ദേഹം ഇൻട്രസ്റ്റ് ചെയ്ത് ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ മൈൻഡ്സിൻ്റെ മോട്ടീവ്സ്, സൈക്കോളജിക്കൽ കോംപ്ലിസിറ്റിയിലൊക്കെ ആയിരുന്നു. ആൻഡ് ഹീ is known for intellectual and dramatic poetry. Then perfected the dramatic monologue. അല്ലേ, ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയുന്ന ടെക്നിക്കിനെ പെർഫെക്റ്റ് ചെയ്തത് ആരാണ്? നമ്മുടെ റോബർട്ട് ബ്രൗണിംഗ് ആണ്. ആൻഡ് ഹീ ഈസ് കൺസിഡർഡ് ഡിഫിക്കൽട്ട് ബിക്കോസ് ഓഫ് ഹിസ് കോംപ്ലെക്സ് സ്റ്റൈൽ ആൻഡ് ഇൻഡയറക്റ്റ് പ്രസൻറ്റേഷൻ. And he was born in
Camberwell, London, and major works, Paracelsus, then Sordello, dramatic romances and lyrics, Men and Women, then The Ring and the Book. ഓക്കെ, ഇനി കുറേ കാര്യങ്ങൾ ടെക്സ്റ്റിൽ വേറെയും കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ അതും ഒന്ന് നോട്ട് ചെയ്യാം. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള 3 പോയംസ് നമ്മൾ പറഞ്ഞു അല്ലേ. പ്രോസ്പൈസ്, പിന്നെ ഏതാ വരുന്നത്, മീറ്റിംഗ് അറ്റ് നൈറ്റ്, പാർട്ടിംഗ് അറ്റ് മോർണിംഗ്. അപ്പോൾ നമുക്കിതൊക്കെ 1 by 1 ആയിട്ട് നോക്കാം. Okay, now we are going to discuss the poems Prospice, Meeting at Night, Parting at Morning in a detailed manner. Okay, so first of all we can move on to the poem Prospice. Okay, so എന്താണ് Prospice എന്നുള്ള പോയം നമുക്ക് നോക്കാം. സോ പ്രോസ്പൈസ് എന്ന് പറയുന്നതാണ് നമുക്കിവിടെ ഫസ്റ്റ് പഠിക്കാനുള്ള പോയം. അതുപോലെ തന്നെ അതിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു ഭാഗത്ത് എഴുതിയിട്ടുള്ളത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ എന്താണ് പ്രോസ്പൈസ് പറയുന്നത്? പ്രോസ്പൈസ് വാസ് റിട്ടൺ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ബ്രൗണിങ്സ് വൈഫ് എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്. അപ്പോൾ അത് മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ ഡ്രമാറ്റിസ് പേഴ്സോണെ. ഡ്രമാറ്റിസ് പേഴ്സോണെ എന്ന് പറയുന്ന ഒരു വർക്കിലാണ് അത് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആ ഒരു പോയം പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1864 ഓക്കെ, സോ അതിൻ്റെ ലാറ്റിൻ വേർഡ്, ശരിക്കും ഈ പ്രോസ്പൈസ് എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡാണ്. അതിൻ്റെ മീനിങ് എന്താണ്? ലുക്ക് ഫോർവേഡ്, അതായത് മുന്നിലേക്ക് നോക്കുക എന്നുള്ള, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അതുപോലെ തന്നെ പോയറ്റ് സ്പീക്സ് ഇൻ ഹിസ് ഓൺ വോയിസ്. പോയറ്റിൻ്റെ വോയിസിലാണ് അവിടെ ആ ഒരു പോയറ്റാണ് സ്പീക്കർ എന്നുള്ള രീതിക്ക് പോയറ്റിൻ്റെ വോയിസിലൂടെയാണ് നമുക്ക് അവിടെ സംസാരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. അതായത് ഡെത്ത് ആസ് യു നോ ഹാസ് ഓഫൻ പ്രീ ഓക്യുപ്പൈഡ് ഇൻ ദ മെഡിറ്റേഷൻസ് ഓഫ് പോയറ്റ്സ് ആൻഡ് ഫിലോസഫേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ അല്ലേ. അതായത് ഡെത്ത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ പോയറ്റ്സിൻ്റെയും ഫിലോസഫേഴ്സിൻ്റെയൊക്കെ മെഡിറ്റേഷൻസിൽ പ്രീ ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്, മുന്നേ അല്ലേ, അതിന് എത്രയോ മുന്നെയോ ഡെത്ത് അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. John Donne defied and challenged death in the famous word, "Death, be not proud." He regarded death as one long sleep and nothing as powerful or dreadful as it is often made out to be. അല്ലേ, അപ്പോൾ ഡെത്തിനെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ ഡെത്തിനെ കുറിച്ച് പറയുന്ന ജോൺ ഡണ്ണിൻ്റെ വേറൊരു കവിതയും അവിടെ പറയുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷനിൽ കൊടുത്തതാണ്. അപ്പോൾ നമുക്കിവിടെ നോട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ളതാണ് ആഫ്റ്റർ ഡെത്ത് ഓഫ് ഹിസ് വൈഫ് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ് മരിച്ച ശേഷമാണ് മരണത്തെക്കുറിച്ച് സീരിയസ് ആയിട്ട് അദ്ദേഹം കാണാൻ തുടങ്ങുകയും ആ മരണം ഒരു കോൺസെപ്റ്റായിട്ട് അദ്ദേഹം ഈ ഒരു പോയം എഴുതാനും തുടങ്ങിയത് കേട്ടോ. ദിസ് പോയം റിഫ്ലെക്ട്സ് ബ്രൗണിങ്സ് കറേജിയസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഡെത്ത്. ഡെത്ത് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഇന്നവിറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിനെ നമ്മൾ പേടിച്ചിട്ട് കാര്യമില്ല, എത്രയായാലും നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് തന്നെ പോകണം എന്നുള്ള ഒരു തീമാണ് അദ്ദേഹം ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, and rather than fearing death he sees it as a challenge that must be confronted bravely. അപ്പോൾ മരണത്തെ ഒരു പേടി അല്ലെങ്കിൽ പേടിച്ച് കാണുക എന്നുള്ളതിനുപരി അദ്ദേഹം മരണത്തെ കാണുന്നത് എങ്ങനെയാണ്? ഒരു ചാലഞ്ചായിട്ടാണ്. ജീവിതത്തിൽ നമുക്ക് കിട്ടുന്നൊരു ചാലഞ്ച്. ഒരിക്കലും അതിനെ പേടിക്കാതെ ബ്രേവ്ലി, അതായത് ബുദ്ധിപരമായിട്ട് അതിനെ നേരിടുക എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ അദ്ദേഹം പറയുന്നത് കേട്ടോ. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസിലേക്ക് പോവാം. ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും ഒരു ഹാഫ് പേജോളം ആ ഒരു പോയം വന്നിട്ടുണ്ടല്ലോ അല്ലേ. സോ ഹാഫ് പേജോളം വന്നിട്ടുള്ള ആ ഒരു പോയം എന്താണ് നമുക്ക് നോക്കാം. സോ ദ സ്പീക്കർ റെഫ്യൂസസ് ടു ബി ഫ്രൈറ്റൻഡ് ബൈ ഡെത്ത്. അപ്പോൾ അദ്ദേഹം ഒരിക്കലും ഡെത്തിനെ പേടിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറാവുന്നില്ല. അല്ലെങ്കിൽ ഞാനൊരു കാലത്ത് മരിക്കുമല്ലോ, അതുകൊണ്ട് ഇപ്പം തന്നെ പേടിയാവും, അല്ലെങ്കിൽ അപ്പം തന്നെ പേടിയാവും, അല്ലെങ്കിൽ ആ ഒരു നിമിഷം ഞാൻ പേടിക്കും, അങ്ങനെയൊന്നും, അല്ലെങ്കിൽ പേടിക്കാൻ തന്നെ കൂട്ടാക്കാത്ത ഒരു പോയറ്റിനെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. Death is compared to a dangerous mountain climb filled with storms, darkness and difficulties. എന്നിട്ട് ഡെത്തിനെ ഇവിടെ ഒരു അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ ചെയ്തിരിക്കുകയാണ്. എന്ത് വെച്ചിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്? ഒരു വലിയ ഡേഞ്ചർ, ഒരു അപകടകരമായിട്ടുള്ളൊരു വലിയൊരു മൗണ്ടെയിൻ ക്ലൈംബ് ഫിൽഡ് വിത്ത് സ്റ്റോംസ്. അവിടെ മൊത്തം നമുക്ക് കാണാൻ പറ്റുന്ന പലതരത്തിലുള്ള സ്റ്റോംസുകൾ, ഡാർക്ക്നെസ്, ഡിഫിക്കൽട്ടീസ്, അങ്ങനെ എല്ലാം നിറഞ്ഞിട്ടുള്ളൊരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു മൗണ്ടെയിൻ പോലെയാണ്. എന്നിട്ട് ഇവിടെ പോയിറ്റ് യൂസസ് പവർഫുൾ ഇമേജസ് ഓഫ് ബാറ്റിൽ ആൻഡ് അഡ്വഞ്ചർ ടു സജസ്റ്റ് ദാറ്റ് ലൈഫ്സ് ഫൈനൽ ചാലഞ്ച് ഷുഡ് ബി ഫേസ്ഡ് ബോൾഡ്ലി. അപ്പോൾ
ഇതൊക്കെ എന്തിനാണ് പോയിട്ട് ഇതെല്ലാം ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്? അദ്ദേഹം പറയുകയാണ് ഇത്തരത്തിലുള്ള പവർഫുൾ ഇമേജസും അതേപോലെ തന്നെ ബാറ്റിലിൻ്റെയൊക്കെയും അഡ്വഞ്ചറൊക്കെ ആയിട്ടുള്ള ഇമേജസുകൾ ഇവിടെ സജസ്റ്റ് ചെയ്തിട്ടുള്ള എന്താണ്, നമ്മുടെ ലൈഫിലെ ഏറ്റവും അവസാനത്തെ ഒരു ചാലഞ്ച് എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു എന്താണ് ജനിച്ചിട്ട് മരണം വരെ നമ്മൾ പോകുന്ന ആ ഒരു ലൈഫ് ജേർണിയിൽ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ചലഞ്ച് ചെയ്യുന്ന അല്ലെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഡെത്താണ്. അപ്പോൾ അതിനെയും എന്താണ് ബോൾഡായിട്ട് ഫേസ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് എന്തായാലും പറ്റില്ല, പക്ഷെ ആ ഫിയറിനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് പോയിട്ട് ഇവിടെ പറയുന്നത്. ആൻഡ് ത്രൂ ഔട്ട് ദ പോയം ബ്രൗണിംഗ് റിജക്ട്സ് കൊവാഡൈസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയത്തിൽ മൊത്തമായിട്ടും അദ്ദേഹം കൊവാഡൈസിനെ എന്ത് ചെയ്യുന്നുണ്ട്, റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ലാക്ക് ഓഫ് ബ്രേവറിനെയാണ് ഈ കൊവാഡൈസ് എന്ന് പറയുന്നത്. നമ്മൾ മണ്ടത്തരം പൊട്ടത്തരം എന്നൊക്കെ പറയില്ലേ, ആ ഒരു കാര്യം. ഓക്കെ, എന്തിനാണ്? ആൻഡ് ഹി ഇൻസിസ്റ്റ് ദാറ്റ് ഹി വാണ്ടഡ് ടു എക്സ്പീരിയൻസ് ദ സ്ട്രഗിൾ ഫുള്ളി ഇൻസ്റ്റെഡ് ഓഫ് അവോയ്ഡിങ് ഇറ്റ്. അപ്പോൾ ആ ഒരു സ്ട്രഗിൾസിനെ അല്ലേ, ആ ഒരു ഡെത്ത് നമുക്ക് തരുന്ന സ്ട്രഗിൾസിനെ ഫുള്ളി എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹം അവിടെ ഇൻസിസ്റ്റ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള കൊവാഡൈസൊക്കെ മാറ്റി വെച്ചിട്ട് എന്താണ് അതിനെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ കറേജിയസ് ആയിട്ട് നേരിടണം എന്നാണ് പറയുന്നത്. ദ പോയം സെലിബ്രേറ്റ്സ് കറേജ്, ഡിറ്റർമിനേഷൻ ആൻഡ് ഹീറോയിസം. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും അല്ലേ, പോയം സെലിബ്രേറ്റ് ചെയ്യുന്ന തീംസ് എന്തൊക്കെയാണ്? കറേജ്, ഡിറ്റർമിനേഷൻ ആൻഡ് ഹീറോയിസം. ആൻഡ് മോസ്റ്റ് മൂവിങ് ആസ്പെക്ട് ഓഫ് ദ പോയം അപ്പിയേഴ്സ് നിയർ ദ എൻഡ്. എന്നിട്ട് ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു അതിൻ്റെ മൊത്തമായിട്ടുള്ളൊരു ഫേമസ് ആയിട്ടുള്ളൊരു കാര്യം കാണാൻ പറ്റും, അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ളൊരു കാര്യത്തിലേക്ക് എത്തുന്നുണ്ട്. സ്പീക്കർ റിവീൽസ് ദാറ്റ് ബിയോണ്ട് ഡെത്ത് ഹി ഹോപ്സ് ടു ബി റീയുണൈറ്റഡ് വിത്ത് ഹസ് ബിലവ്ഡ് വൈഫ്. അപ്പോൾ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വൈഫുമായിട്ട് എന്താണ് റീയുണൈറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹം ആ ഒരു പോയറ്റിൻ്റെ എൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിക്കുന്നത്, നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹം ഇനി മരിക്കും എന്നുള്ളത് ഇറ്റ് ഈസ് ഷുവറാണ്. സോ ആഫ്റ്റർ ഡെത്ത് ഹി വാണ്ട്സ് ടു റീയുണൈറ്റ് വിത്ത് ഹസ് വൈഫ് എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഡെത്ത് ഈസ് നോട്ട് മിയർലി ആൻ എൻഡിങ് ബട്ട് ഓൾസോ എ ഗേറ്റ് വേ ടു റീയൂണിയൻ ആൻഡ് ഫുൾഫിൽമെൻറ്റ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഡെത്ത് എന്ന് പറയുന്നത് ആ ഒരു നമുക്ക് ഇങ്ങനത്തെ പലതരത്തിലുള്ള ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ ഡെത്തിനെ ഒരിക്കലും നമുക്കൊരു എൻഡായിട്ട് കാണാൻ പറ്റില്ല. പകരം എന്താണ്, ഒരു ഗേറ്റ് വേ ആണ് അല്ലേ, ഒരു പാത്താണ് ടു ബിക്കം റീയുണൈറ്റഡ് അല്ലേ. അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ഒരാൾക്കാർ ഈ ഒരു ലോകത്തിൽ നിന്നും പോയിട്ടുണ്ടെങ്കിൽ നമ്മളും പോകുമ്പോൾ ഡെത്തിന് ശേഷം ഒരു അല്ലെങ്കിൽ റീയൂണിറ്റ് അല്ലെങ്കിൽ എന്താ പറയണ്ടേ, റീയൂണിയൻ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം അവിടെ പറയുന്നത്. അതൊരു തരത്തിലുള്ള ഒരു ഫുൾഫിൽമെൻ്റ് ആണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്നും പറയുന്നു. ആൻഡ് ദ പോയം കമ്പൈൻസ് പേഴ്സണൽ ഗ്രീഫ് വിത്ത് യൂണിവേഴ്സൽ തീംസ് ഓഫ് മൊറാലിറ്റി ആൻഡ് ഹോപ്പ്. പിന്നെ പറയുന്നതാണ് ഒരു പേഴ്സണൽ ഗ്രീഫ് അല്ലേ, ഒരു സങ്കടം, അതിനൊരു യൂണിവേഴ്സൽ തീം ഓഫ് മൊറാലിറ്റി ആൻഡ് ഹോപ്പ് വെച്ചിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബ്രൗണിംഗ് ട്രാൻസ്ഫോംസ് പ്രൈവറ്റ് സോറോ ഇൻ ടു എ ട്രയംഫൻറ്റ് അഫർമേഷൻ ഓഫ് ഫെയ്ത്ത് ആൻഡ് ലവ് അല്ലേ. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള സോറോനെ അല്ലേ, അദ്ദേഹത്തിന് മാത്രമായിട്ടുള്ള ആ ഒരു സങ്കടത്തെ യൂണിവേഴ്സലാക്കി മാറ്റുന്നുണ്ട് അല്ലേ. ട്രയംഫൻറ്റ് എന്ന് പറയുന്നത് ഹാവിങ് വോൺ എ ബാറ്റിൽ ഓർ കോണ്ടസ്റ്റ്, ഒരു വിക്ടോറിയസ്, ഒരു ജയം എന്നുള്ളതാണ്. അപ്പോൾ അതൊരു യൂണിവേഴ്സൽ ആയിട്ട് അദ്ദേഹം കാണുകയാണ്. അതായത് അഫർമേഷൻ ഓഫ് ഫെയ്ത്ത് ആൻഡ് ലവ് അല്ലേ, വിശ്വാസവും സ്നേഹത്തിൻ്റെയും ഒരു അഫർമേഷനായിട്ട് അദ്ദേഹം കാണുകയാണ്. അതാണ് അതിൻ്റെ ഒരു അനാലിസിസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഒരു മെയിൻ സമ്മറി ആയിട്ട് പറയാനുള്ളത്. ഇനി അതിൻ്റെ തീംസ് വരുന്നുണ്ട് എന്തൊക്കെയാണ്? കറേജ് ഇൻ ദ ഫേസ് ഓഫ് ഡെത്ത്, ഫെയ്ത്ത് ആൻഡ് ഹോപ്പ്, ദെൻ ലവ് ബിയോണ്ട് ഡെത്ത്, ഹീറോയിക് സ്ട്രഗിൾ, ഹ്യൂമൻ ഡിറ്റർമിനേഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ മെയിൻ തീമായിട്ട് കാണാൻ പറ്റും. ഇനി പോയറ്റിക് ഡിവൈസുകൾ വരുന്നുണ്ട്. മെറ്റഫർ ഈസ് വൺ ഓഫ് ദ മെയിൻ പോയറ്റിക് ഡിവൈസ്. അതായത് ഡെത്ത് ഈസ് പ്രസൻറ്റഡ് ആസ് എ മൗണ്ടെയിൻ ക്ലൈംബ് ആൻഡ് എ ബാറ്റിൽ. അപ്പോൾ അതൊരു മെറ്റഫർ ആണല്ലോ. പിന്നെ ഇമേജറീസ് കുറേ കൊടുത്തിട്ടുണ്ട്, ലൈക്ക് സ്റ്റോംസ്, ഡാർക്ക്നെസ്, ക്ലിഫ്സ് ആൻഡ് സ്ട്രഗിൾ ക്രിയേറ്റ് വിവിഡ് പിക്ചേഴ്സ്. ഓക്കെ, ദെൻ സിംബോളിസം പറയുകയാണെങ്കിൽ ദ ജേർണി സിംബലൈസസ് ഹ്യൂമൻ ലൈഫ് ആൻഡ് ഡെത്ത്. അവൻ അതിലൂടെ പോകുന്ന ഒരു ജേർണി കാണിക്കുന്നുണ്ട്. ആ ഒരു ജേർണീനെ ലൈഫ് ആൻഡ് ഡെത്ത് ആയിട്ടാണ് സിംബലൈസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഡ്രമാറ്റിക് ടോൺ കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ സൗണ്ട്സ് കോൺഫിഡൻറ്റ്, കറേജിയസ് ആൻഡ് ഡിറ്റർമൈൻഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ അതാണ് പ്രോസ്പൈസ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു പോയം ഉള്ളത്. ഓക്കെ, അപ്പോൾ പ്രോസ്പൈസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പോയമായിട്ടുള്ള മീറ്റിംഗ് അറ്റ് നൈറ്റ് എന്നുള്ളത് എന്താ നോക്കാം. ഓക്കെ, മീറ്റിംഗ് അറ്റ് നൈറ്റ്. സോ മോസ്റ്റ് ഫേമസ്
ലവ് പോയമാണ് മീറ്റിംഗ് അറ്റ് നൈറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ ഒരു കവിത. അദ്ദേഹം കുറേ ലവ് പോയംസ് എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ലവ് പോയം കൂടിയാണ് ഇത്. ഓക്കെ, ആൻഡ് here it describes a lover's secret journey across the sea and countryside to meet his beloved. അപ്പോൾ ഒരു ലവറിൻ്റെ ഒരു യാത്രയെ കുറിച്ചിട്ടാണ് ഈ ഒരു പോയം പറയുന്നത്. എന്നിട്ട് ഒരു കൺട്രി പോവുകയാണ്. സീയിലൂടെ യാത്ര ചെയ്തിട്ട് ഒരു കൺട്രി സൈഡിലേക്ക് എത്തുകയാണ്. എന്തിനാണ്? ടു മീറ്റ് ഹിസ് ബിലവ്ഡ്. അവൻ്റെ ഒരു ബിലവഡിനെ കാണാൻ വേണ്ടി, അവനോ അവളോ ആയിക്കോട്ടെ, ബിലവഡിനെ കാണാൻ വേണ്ടി എത്തുന്ന ആ ഒരു ജേണിയാണ് നമുക്ക് ഈ ഒരു പോയം കാണിച്ചു തരുന്നത്. ഇതിൽ കുറേ റിച്ച് ആയിട്ടുള്ള സെൻസറി ഇമേജറീസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അറ്റ്മോസ്ഫിയർ ഓഫ് എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ആൻറ്റിസിപ്പേഷൻ എന്താണ് ഇൻക്രീസ് ചെയ്യാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ഒരു തരത്തിലുള്ള ഹോപ്പ് ഒരു ഹോപ്പ് ആൻഡ് ആൻറ്റിസിപ്പേഷൻ നമുക്ക് ഈ ഒരു കവിതയിൽ കാണാൻ പറ്റും. എന്താണ് പോയം എന്ന് നോക്കാം. സോ ദ പോയം ബിഗിൻസ് വിത്ത് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സീ അറ്റ് നൈറ്റ്, അതായത് ദ ഗ്രേ സീ ആൻഡ് ദ ലോങ് ബ്ലാക്ക് ലാൻഡ്. എന്താണ് അതൊരു സീൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. ഒരു നൈറ്റ് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അല്ലെങ്കിൽ ഡാർക്ക് അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ ആ ഒരു ടൈം എന്നുള്ളത് എന്താണ്? നൈറ്റാണ്. അപ്പോൾ നൈറ്റിലെ ഒരു സീനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് പോയം തുടങ്ങുന്നത്. ആൻഡ് ദ സ്പീക്കർ ട്രാവൽസ് ബൈ ബോട്ട് അക്രോസ് ദ വാട്ടർ. എന്നിട്ട് അങ്ങനെ ആ ഒരു സീയിലൂടെ, ഒരു ബോട്ടിലൂടെ യാത്ര ചെയ്യാണ്, നമ്മുടെ സ്പീക്കർ യാത്ര ചെയ്യാണ്. ആൻഡ് the moonlight, waves and shoreline create a mysterious and romantic atmosphere. അപ്പോൾ ഒബ്വിയസ് ആണല്ലേ, രാത്രിയിലെ എന്താ പറയണ്ട, കടലിലൂടെ പോകുമ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ആ ഒരു തൻ്റെ ബിലവഡിനെ കാണാൻ പോവാണ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഓൾറെഡി. ആൻഡ് ഓൾസോ ദ അറ്റ്മോസ്ഫിയർ ലൈക്ക് ദ ബ്രൈറ്റ് മൂൺലൈറ്റ് ആൻഡ് വേവ്സ് ആൻഡ് ദ ഷോർലൈൻ, ദീസ് ഓൾ ക്രിയേറ്റ്സ് എ mysterious and romantic atmosphere എന്ന് പറയുന്നുണ്ട്. As the journey continues, the speaker leaves the sea and walks across the field towards his destination. അങ്ങനെ ആ ഒരു സീ ജേണി അവസാനിച്ചിട്ട് അദ്ദേഹം അതിലൂടെ ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോകുന്നുണ്ട്? ഒരു ഫീൽഡിലേക്ക്, അങ്ങനെ ആ ഫീൽഡിലൂടെ നടന്ന് അദ്ദേഹത്തിൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മൂവ്മെൻറ്റ്, അതായത് ഫ്രം ദ സീ, ദ മൂവ്മെൻറ്റ് ഫ്രം സീ ടു ലാൻഡ്, സീയിൽ നിന്നും കടലിൽ നിന്നും ലാൻഡിലേക്കുള്ള ആ ഒരു മൂവ്മെൻറ്റിന് അവിടെ ഒരു കാര്യം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഹിസ് ഗ്രോയിങ് ക്ലോസ്നെസ് ടു ബിലവ്ഡ്, അദ്ദേഹത്തിൻ്റെ ബിലവഡിൻ്റെ അടുത്തേക്ക് എത്തുന്ന ആ ഒരു ഗ്രോയിങ് ക്ലോസ്നെസ്സിനെയാണ് അവിടെ അത് കാണിക്കുന്നത്. ആൻഡ് ഈ ഒരു പോയത്തിലെ ലാസ്റ്റ് ഫൈനൽ സ്റ്റാൻസ് അല്ലെങ്കിൽ ഫൈനൽ ലൈൻസിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇറ്റ് ഫോക്കസസ് ഓൺ ദ ലവേഴ്സ് മീറ്റിംഗ്. ലാസ്റ്റ് വളരെ പോസിറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് നോട്ട് മീൻസ് ഒരു പോസിറ്റീവ് എൻഡിങ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്, അതായത് അദ്ദേഹത്തിൻ്റെ ലവറിനെ അവിടെ മീറ്റ് ചെയ്യുന്നു. ആൻഡ് ദെയർ വിസ്പേർഡ് കോൺവെർസേഷൻ ആൻഡ് ബീറ്റിംഗ് ഹാർട്ട്സ് സജസ്റ്റ് ഇൻറ്റൻസ് ഇമോഷണൽ കണക്ഷൻ. അപ്പോൾ അവിടെ അങ്ങനെ ലാസ്റ്റ് അത്രയും കൊതിച്ചിരുന്ന അവസാനം രണ്ടുപേരും കണ്ടുമുട്ടുമ്പോൾ അവരുടെ ഹൃദയ ബീറ്റ്, ഹാർട്ട് ബീറ്റ്സ്, അത് തമ്മിൽ ഇങ്ങനെ ഒരു റിഥം ഒരു താളത്തിൽ അങ്ങനെ ഹൃദയമിടിപ്പുകൾ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ആ ഒരു വിസ്പേർഡ് ആയിട്ടുള്ള കോൺവെർസേഷൻ, ഒട്ടും ക്ലിയർ അല്ലാത്ത, എന്നാൽ അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവാൻ പറ്റുന്ന ആ ഒരു സംഭാഷണം എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് അവരുടെ ആ ഒരു ഇമോഷണൽ കണക്ഷനെയാണ്. ബ്രൗണിങ് ഡസ് നോട്ട് ഡിസ്ക്രൈബ് ദ മീറ്റിംഗ് ഡയറക്ട്ലി. ഒരിക്കലും ബ്രൗണിങ് എന്ത് ചെയ്യുന്നില്ല, അവർ കണ്ടുമുട്ടുന്നത് വളരെ പെട്ടെന്ന് അങ്ങോട്ട് ഡയറക്റ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. പകരം എന്താ അദ്ദേഹം ചെയ്യുന്നത്? ഹി ഹിൻസ് അറ്റ് ദ ലവേഴ്സ് ഫീലിംഗ് ത്രൂ സബ്റ്റിൽ ഡീറ്റെയിൽസ്. അപ്പോൾ ചെറിയ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട് ആ ഒരു ലവേഴ്സിൻ്റെ ഫീലിങ്സിൻ്റെ ഒരു ഹിൻസ് റീഡേഴ്സിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദ പോയം ഡെമോൺസ്ട്രേറ്റ്സ് ബ്രൗണിങ്സ് എബിലിറ്റി ടു കമ്പൈൻ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ വിത്ത് ഇമോഷണൽ ഇൻറ്റൻസിറ്റി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് തന്നെയാണ്, അതായത് കമ്പൈൻ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ വിത്ത് ഇമോഷണൽ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഫിസിക്കലായിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് വിത്ത് ഇമോഷണൽ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ തീംസ് എന്തൊക്കെയാണ് ഇതിൽ വരുന്നത്? റൊമാൻറ്റിക് ലവ്, ആൻറ്റിസിപ്പേഷൻ ആൻഡ് ഡിസയർ, നേച്ചർ ആസ് എ സെറ്റിംഗ് ഫോർ ഹ്യൂമൻ ഇമോഷൻസ്, ജേർണിംഗ് ടുവേർഡ് ഫുൾഫിൽമെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയം വളരെ സിമ്പിളാണ്. ആദ്യത്തെ പോയത്തെ വെച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിളാണ്. രണ്ട് ലവേഴ്സ് തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഒരു ഇമോഷണൽ കണക്ഷനെയാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെന്താ, ഒരു സീക്രട്ട് ജേർണി ആയിട്ടാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ.
Then rich in sensory imagery and creates an atmosphere of excitement and anticipation. Themes നമ്മൾ പറഞ്ഞു അല്ലേ, റൊമാൻറ്റിക് ലവ്, ആൻറ്റിസിപ്പേഷൻ ആൻഡ് ഡിസയർ, നേച്ചർ ആസ് എ സെറ്റിംഗ് ഫോർ ഹ്യൂമൻ ഇമോഷൻ. അപ്പോൾ അവിടെ നേച്ചറിൽ ഉണ്ടാകുന്ന അറ്റ്മോസ്ഫിയറും ഒക്കെ ഹ്യൂമൻ ഇമോഷൻ്റെ ഒരു സെറ്റിംഗ് ആയിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. ആൻഡ് ജേർണി ടുവേർഡ്സ് ഫുൾഫിൽമെൻറ്റ് എന്നുള്ളത്. ഇനി ഇതിൽ പോയറ്റിക് ഡിവൈസ് ഞാൻ PD അവിടെ ഷോർട്ടാക്കി എഴുതിയെന്ന് മാത്രം. പോയറ്റിക് ഡിവൈസ് ഏതൊക്കെയാണ്? ഓഡിറ്ററി ഇമേജുകളുണ്ട് അല്ലേ, സിംബോളിസം ഉണ്ട്, അലിറ്ററേഷൻ ഉണ്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പോയറ്റിക് ഡിവൈസുകൾ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ദ സൗണ്ട്സ് ഓഫ് വേവ്സ്, ടാപ്പിംഗ് ആൻഡ് വിസ്പേഴ്സ് എൻറിച്ച് ദ പോയം. അപ്പോൾ അതൊക്കെ ഓഡിറ്ററി ഇമേജസ് ആണ്. സിംബോളിസം എന്താ? ജേർണി സിംബലൈസസ് ദ എഫേർട്ട് റിക്വയർഡ് ടു അറ്റെയിൻ ലവ് അല്ലേ, ഒരു ലവ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എത്രത്തോളം എഫേർട്ട് എടുക്കണം എന്നുള്ളതിൻ്റെ ഒരു സിംബലൈസമാണ് ആ ഒരു ജേർണി അല്ലേ, ഫ്രം സീ ടു ദ ലാൻഡ് എന്നുള്ളത്. ദെൻ അലിറ്ററേഷൻ ഉണ്ട്. സെവറൽ ലൈൻസ് ക്രിയേറ്റ്സ് മ്യൂസിക്കൽ എഫക്ട് ത്രൂ റിപ്പീറ്റഡ് സൗണ്ട്സ്. കുറേ റിപ്പീറ്റഡ് ആയിട്ടുള്ള സൗണ്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പുഷിങ്, പ്രോം എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അതുപോലെ സ്ലഷി സാൻഡ്, സീ സെൻറ്റേഡ് ബീച്ച്, SS അത് ആ കോൺസണൻറ്റ് സൗണ്ട്സിൻ്റെ റിപ്പീറ്റേഷനെയാണ് നമ്മൾ അലിറ്ററേഷൻ എന്ന് പറയുന്നത്. ഒരു സ്റ്റാൻസയിലെ ഒരു സെയിം ലൈനിൽ എടുത്ത് നോക്കുമ്പോൾ ആ ലൈനിൽ വരുന്ന റിപ്പീറ്റേഷൻ ഓഫ് കോൺസണൻറ്റ് സൗണ്ട്സിനെയാണ് അലിറ്ററേഷൻ എന്ന് പറയുന്നത് കേട്ടോ. So the poem selected in this unit revealed two important aspects of Browning's genius. Prose presents Browning's philosophy of courage and faith, and Meeting at Night displays her ability to express love through vivid imagery and dramatic movement. Together they demonstrate her range as a poet എന്നുള്ളത്. അപ്പോൾ രണ്ട് പോയം അല്ല, ഒരു പോയം കൂടി നമുക്കുണ്ട്. അപ്പോൾ മീറ്റിംഗ് അറ്റ് നൈറ്റ് അത്രയേ ഉള്ളൂ. ഇനി ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് പോയമായിട്ടുള്ള പാർട്ടിംഗ് അറ്റ് മോർണിംഗ് എന്നുള്ളത് അത്രയും ചെറിയ, അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ഡീൽ ചെയ്ത രണ്ട് പോയത്തേക്കാളും സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയമാണ് പാർട്ടിംഗ് അറ്റ് മോർണിംഗ് എന്നുള്ളത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. പാർട്ടിംഗ് അറ്റ് മോർണിംഗ് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും രണ്ട് പോയത്തിൻ്റെ ഒരു കോമ്പിനേഷനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അതായത് ഏതൊക്കെയാണ് നോക്കാം. പാർട്ടിംഗ് അറ്റ് മോർണിംഗ് ഇസ് എ വെരി ഷോർട്ട് ലിറിക് പോയം അല്ലേ, വെരി ഷോർട്ട് ലിറിക് പോയം. നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കാണാം ഏകദേശം 1 2 3 4 ലൈൻസ് അതിൽ കൊടുത്തിട്ടുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് ഓഫൻ സ്റ്റഡീഡ് ടുഗദർ വിത്ത് മീറ്റിംഗ് അറ്റ് നൈറ്റ്. ഓക്കെ, ഈ ഒരു മീറ്റിംഗ് അറ്റ് നൈറ്റ് വെച്ചിട്ട് എന്താണ് കമ്പൈൻ ചെയ്ത് പറയുന്ന ഒരു പോയം കൂടിയാണ് നമ്മുടെ ഈ ഒരു പോയം. ഓക്കെ, പാർട്ടിംഗ് അറ്റ് മോർണിംഗ് എന്നുള്ളത്. അതായത് ബിക്കോസ് രണ്ടും നമുക്ക് ഒരുമിച്ച് പഠിക്കേണ്ട ഒരു പോയമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. കമ്പൈൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓഫൻ സ്റ്റഡീഡ് ടുഗദർ വിത്ത് മീറ്റിംഗ് അറ്റ് നൈറ്റ് ബിക്കോസ് ഇറ്റ് സെർവ്സ് ആസ് ഇറ്റ്സ് കമ്പാനിയൻ പോയം. ഒരു കമ്പാനിയൻ പോയമായിട്ടാണ് ഇത് രണ്ടും കാണുന്നത്. ഈ മീറ്റിംഗ് അറ്റ് നൈറ്റിൽ നമ്മൾ എന്താ പഠിച്ചത്? ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ലവേഴ്സ് സീക്രട്ട് ജേർണി ആൻഡ് ജോയ്ഫുൾ യൂണിയൻ വിത്ത് ഹിസ് ബിലവഡ് അല്ലേ. ഒരു സീക്രട്ട് ജേർണി അറ്റ് ലാസ്റ്റ് ബിലവഡിൻ്റെ അടുത്തേക്ക് എത്തുന്നതും മീറ്റിംഗ് ഒക്കെയാണ് നമുക്ക് അല്ലെ, മീറ്റിംഗ് വിത്ത് ഹിസ് ബിലവഡ് ഒക്കെയാണ് മീറ്റിംഗ് അറ്റ് നൈറ്റിൽ കാണുന്നത്. എന്നാൽ ആൻഡ് ജോയ്ഫുൾ യൂണിയൻ വിത്ത് ഹിസ് ബിലവഡ്. ഓക്കെ, പാർട്ടിംഗ് അറ്റ് മോർണിംഗ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മൊമെൻറ്റ് വെൻ ഹി ലവേഴ്സ് സെപ്പറേറ്റ് അറ്റ് ഡോൺ അല്ലേ. ആ ഒരു കണ്ട് കഴിഞ്ഞിട്ട് അവർ സെപ്പറേറ്റ് ചെയ്യുന്ന അറ്റ് ഡോൺ. ഡോൺ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സൺസെറ്റ് അല്ലേ. ആ ഒരു സൺസെറ്റ് അല്ല, സോറി, ഡോൺ എന്ന് പറയുമ്പോൾ പ്രഭാതം. അപ്പോൾ നൈറ്റിൽ അവർ കണ്ടിട്ട് പിറ്റേ ദിവസം അവർ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്ന അല്ലേ, പിരിഞ്ഞു പോകുന്ന ആ ഒരു കാര്യമാണ് അതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ടും കൂടിയും വെച്ച് നമുക്ക് ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിരിക്കും അല്ലേ. സോ നോക്കാം, ടെക്സ്റ്റ് ഓഫ് ദ പോയം നമുക്ക് നോക്കാം അല്ലേ. എന്താണ് അവിടെ കൊടുത്തിട്ടുള്ളത്? റൗണ്ട് ദ കേപ്പ് ഓഫ് എ സഡൻ കെയിം ദ സീ ആൻഡ് ദ സൺ ലുക്ക്ഡ് ഓവർ ദ മൗണ്ടെയിൻസ് rim and straight was a path of gold for him and the need of a world of men for me എന്നുള്ളത്. അപ്പോൾ നോക്കാം. ദ പോയം കൺസിസ്റ്റ് ഓഫ് ഓൺലി 4 lines. ഓക്കെ, 4 ലൈനുകളുള്ള ചെറിയൊരു പോയമാണ്. യെറ്റ് ഇറ്റ് കൺവേസ് ഓഫ് പ്രൊഫൗണ്ട് ഐഡിയ. പക്ഷേ ഒരു പ്രൊഫൗണ്ട് ഐഡിയ അല്ലേ, ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു ഐഡിയ അതിൽ കാണിക്കുന്നുണ്ട്. ദ സ്പീക്കർ ഹാസ് സ്പെൻഡ് ദ നൈറ്റ് വിത്ത് ഹിസ് ബിലവ്ഡ് ആൻഡ് നൗ മസ്റ്റ് ലീവ് അല്ലേ. ഒരു നൈറ്റ് മൊത്തം ആ രണ്ട് ലവേഴ്സും ഒരുമിച്ച് സ്പെൻഡ് ചെയ്തു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എന്ത് ചെയ്യാണ്? ദേ മസ്റ്റ് ലീവ്. അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോവേണ്ടതാണ്. മോർണിംഗ് ഹാസ് അറൈവ്ഡ്. അങ്ങനെ രാവിലെ വന്നെത്തി അല്ലേ, മോർണിംഗ് അറൈവ്ഡ് ആയി. ആൻഡ് വിത്ത് ഇറ്റ് കംസ് ദ കോൾ ഓഫ് ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ആ ഒരു നിമിഷത്തെ ആ ഒരു മൊമെൻ്റ് അവിടെ കഴിഞ്ഞു. ഇവർ തമ്മിൽ അവരുടേതായ മാത്രമുള്ള ഒരു ലോകത്തിൻ്റെ എന്താണ് ആ ഒരു ടൈം പീരീഡ് അവിടെ കഴിഞ്ഞു. ഇനി രണ്ട് പേർക്കും ഡ്യൂട്ടീസ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ആ ഒരു ടൈം അല്ലെങ്കിൽ ഒരു കോൾ ഓഫ് ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. ദ പോയം കോൺട്രാസ്റ്റ് ദ പ്രൈവറ്റ് വേൾഡ് ഓഫ് ലവ് വിത്ത് ദ പബ്ലിക് വേൾഡ് ഓഫ് വർക്ക്
ആൻഡ് സൊസൈറ്റി. അപ്പോൾ രണ്ട് കോൺട്രാസ്റ്റുകൾ അവിടെ കാണിക്കുന്നുണ്ട് അല്ലേ. അതായത് പ്രൈവറ്റ് വേൾഡ് ഓഫ് ലവ് എന്ന് പറയുന്ന ഒരു വേൾഡിൽ രണ്ടുപേര് മാത്രമേ ഉള്ളൂ അല്ലേ. അവിടെ അവർക്കൊരു പ്രൈവസി ഉണ്ട്, ഒരു പ്രൈവറ്റ് വേൾഡാണ് അവരുടെ. എന്നാൽ അത് കഴിഞ്ഞിട്ടൊരു പബ്ലിക് വേൾഡ് ഉണ്ട് എന്ന്. അവിടെ എന്താണ്, ഫുൾ സൊസൈറ്റി ഉണ്ട്, കുറേ ആളുകളുണ്ട് അല്ലേ, കുറേ വർക്ക്സ് ഉണ്ട്, കുറേ ഡ്യൂട്ടീസ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൻ്റെയും കോൺട്രാസ്റ്റുകളാണ്, അല്ലെങ്കിൽ രണ്ട് ഫേസ് ഓഫ് ലൈഫിൻ്റെ കോൺട്രാസ്റ്റുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സോ അൺലൈക്ക് മീറ്റിംഗ് അറ്റ് നൈറ്റ് വിച്ച് ഫോക്കസസ് ഓൺ റൊമാൻസ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ്, പാർട്ടിംഗ് അറ്റ് മോർണിംഗ് എംഫസൈസസ് റിയാലിറ്റി ആൻഡ് ഒബ്ലിഗേഷൻ. ഇവിടുത്തെ ഈ ഒരു പോയത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് മൊത്തമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് റൊമാൻസ്, എക്സൈറ്റ്മെൻറ്റ് അല്ലേ, ഹോപ്പ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. എന്നാൽ പാർട്ടിംഗ് അറ്റ് മോർണിംഗിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഫുൾ ഓഫ് റിയാലിറ്റിയാണ് അല്ലേ. ശരിക്കുമുള്ള റിയൽ സിറ്റുവേഷൻ, അല്ലെങ്കിൽ എന്താണ്, തിരിച്ച് റിയാലിറ്റിയിൽ നമ്മൾ ജീവിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത, സോറി, ആൻഡ് ഓൾസോ ദ ഒബ്ലിഗേഷൻ അല്ലേ, നമുക്കത് ചെയ്യേണ്ടി വരുന്ന ഒരു എന്താ പറയേണ്ട ഒരു കണ്ടീഷനൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനൊക്കെയാണ് പറയുന്നത്. സോ ഇത്രയാണ് ആ ഒരു പോയത്തിൽ പറയാനുള്ളത്. ഇനി ലൈൻ ബൈ ലൈൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കത് കിട്ടാവുന്നതാണ്. സോ അതിൻ്റെ സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നത് ദ പോയം പ്രസൻസ് ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ പേഴ്സണൽ ലവ് ആൻഡ് പബ്ലിക് ഡ്യൂട്ടി, പ്രൈവറ്റ് ഹാപ്പിനെസ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, റൊമാൻസ് ആൻഡ് റിയാലിറ്റി. ഇത് മൂന്നുമാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള എന്താ പറയണ്ടേ ഒരു അല്ലെങ്കിൽ സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നത്. ദാറ്റ് പ്രസൻസ് ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ പേഴ്സണൽ ലവ് ആൻഡ് പബ്ലിക് ഡ്യൂട്ടി അല്ലേ. പേഴ്സണൽ ലവും പബ്ലിക് ഡ്യൂട്ടിയും തമ്മിലൊരു കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ ഒരു വേഴ്സസ്നെസ് നമ്മൾ പറയില്ലേ, അത്. ദെൻ പ്രൈവറ്റ് ഹാപ്പിനെസ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, റൊമാൻസ് ആൻഡ് റിയാലിറ്റി. അതിൻ്റെ ഒരു എന്താ പറയണ്ടേ ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചേഴ്സാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. And Browning suggests that while love is valuable, human beings must also fulfill their responsibility in society. നമുക്ക് ഇഷ്ടപ്പെടാം, ഒരാളെ ഇഷ്ടപ്പെടാം, ആ ലവിലേക്ക് നമുക്ക് പോവാം. പക്ഷേ എന്നിരുന്നാലും ലവ് ഇവിടെ വാല്യൂബിൾ ആണ്. എന്നിരുന്നാലും ഹ്യൂമൻ ബീയിങ്സ് എന്ത് ചെയ്യണം, മസ്റ്റ് ഓൾസോ ഫുൾഫിൽ ദെയർ റെസ്പോൺസിബിലിറ്റി ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിൽ നമുക്ക് ചെയ്തു തീർക്കാനുള്ള റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഫുൾഫിൽ ചെയ്യുന്ന വേണം. ലവ് ഒക്കെ അവിടെ ഇരിക്കട്ടെ, ഒരു സൈഡിൽ ലവിനെ വാല്യൂ ചെയ്യും, അതിലേക്ക് നമ്മൾ ചെയ്യുകയൊക്കെ വേണം. എന്നാലും ഇതും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റണം അല്ലേ, റിയൽ ലൈഫും കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളതാണ് റോബർട്ട് ബ്രൗണിങ് അതിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഇനി മെയിൻ തീംസ് വരുന്നത് ഏതൊക്കെയാണ്? ലവ് ആൻഡ് സെപ്പറേഷൻ, ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി, നേച്ചർ ആൻഡ് ഹ്യൂമൻ ലൈഫ്, ദെൻ റിയാലിറ്റി വേഴ്സസ് റൊമാൻസ്. സോ ലവ് ആൻഡ് സെപ്പറേഷനിൽ നമുക്ക് കാണാൻ പറ്റും ലവേഴ്സ് മസ്റ്റ് പാർട്ട് ആഫ്റ്റർ ദെയർ മീറ്റിങ്ങിന് ശേഷം അവരെന്ത് ചെയ്യാണ് അല്ലേ, പിരിഞ്ഞു പോകുന്നു. ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റിയിൽ എന്താണ്, സ്പീക്കർ റെക്കഗ്നൈസസ് ഹിസ് ഒബ്ലിഗേഷൻ ടു സൊസൈറ്റിയിൽ ചെയ്യേണ്ട ആ ഒരു കാര്യം അല്ലേ, റെക്കഗ്നൈസ് ചെയ്യാണ് അദ്ദേഹത്തിൻ്റെ ഒബ്ലിഗേഷൻസ്. ദ നേച്ചർ ആൻഡ് ഹ്യൂമൻ ലൈഫിൽ എന്താ, ദ സൺറൈസ് സിംബലൈസസ് ദ ട്രാൻസിഷൻ ഫ്രം ലവ് ടു ഡ്യൂട്ടി. Then reality versus romance. The romantic world of night gives way to the practical world of day എന്നുള്ളത്. ഓക്കെ, ആൻഡ് സിമ്പിൾസ് എന്തൊക്കെയാണ്? ദ സിമ്പിൾ സി വരുന്നുണ്ട് അല്ലേ. സിയിൽ എന്താണ് അതിൻ്റെ സിമ്പിൾ ചെയ്യുന്നത്? ലൈഫ് ജേണിയുടെ ഒരു ലൈഫിനെയാണ്, അല്ലെങ്കിൽ അല്ലേ ലൈഫിൻ്റെ ജേണിനെയാണ് കാണിക്കുന്നത്. മൂവ്മെൻറ്റ് ആൻഡ് ചേഞ്ച് എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദ സൺ വരുന്നുണ്ട്. സണ്ണിൻ്റെ സിംബലിസം എന്താണ് അവിടെ? അവെയ്ക്കനിങ് അല്ലെ, മോർണിംഗിൽ ആ സണ്ണ് കാണിക്കണ്ടല്ലോ. സഡൻ കെയിം ദ സീ ആൻഡ് ദ സൺ ലുക്ഡ് ഓവർ ദ മൗണ്ടെയിൻസ് ഡ്രീം എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ സണ്ണ് പറയുന്നത് ഒരു അവെയ്ക്കനിങ് ആണ് അല്ലേ, ഒരു അല്ലെങ്കിൽ അവർ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായി എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ്. റിയാലിറ്റീനെ കാണിക്കുന്നുണ്ട് ആൻഡ് റെസ്പോൺസിബിലിറ്റീൻ്റെ സിംബലിസം കൂടിയാണ്. ദെൻ പാത്ത് ഓഫ് ഗോൾഡ് കേട്ടോ, പാത്ത് ഓഫ് ഗോൾഡിൻ്റെ ഒരു സിംബലിസം പറഞ്ഞാൽ എന്താണ്? അതായത് ഡയറക്ഷൻ, ഓപ്പർച്യൂണിറ്റി, ഫ്യൂച്ചർ ഡ്യൂട്ടീസ് ഒക്കെയാണ് അതിൻ്റെ ഒരു സിംബോളിസം. ദെൻ വേൾഡ് ഓഫ് മെൻ, അതെന്ന് പറഞ്ഞാൽ എന്താ, മൊത്തം സൊസൈറ്റിയിലെ പുറത്ത് സൊസൈറ്റി ഉണ്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യമാണ്. അതുപോലെ വർക്ക് ഉണ്ട്, ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, സോ ഇത്രയാണ് സിംബൽസ് ആയിട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ പോയറ്റിക് ഡിവൈസുകൾ ഏതൊക്കെയാണ്? ഇമേജറി, സിംബോളിസം, ദെൻ കോൺട്രാസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇമേജറീസ് നമ്മൾ കുറേ ഇമേജറീസ് കാണാം. സീ, സൺറൈസ്, ഗോൾഡൻ പാത്ത് അല്ലേ. അതായത് ആ ഒരു ഗോൾഡൻ പാത്ത് എന്ന് പറയുമ്പോൾ സ്വർണം വിതറിയ വഴി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്. ആൻഡ് അതായത് ഗോൾഡ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റി ഈസ് ദെയർ എന്നുള്ളതാണ് അല്ലേ. മടിച്ച് നിന്നിട്ടും അല്ലെങ്കിൽ ആ ലവ് എന്ന് പറയുന്ന ആ ഒരു 4 മതിൽ മാത്രമല്ല, പുറത്തും ഒരു റിയാലിറ്റി ഉണ്ട് എന്ന് കാണിച്ചു തരികയാണ്. ദെൻ സിംബോളിസം എന്താ? മോർണിംഗ് സിംബലൈസസ് ഡ്യൂട്ടി ആൻഡ് റിയാലിറ്റി, നൈറ്റ് സിംബലൈസസ് ലവ് ആൻഡ് ഇൻറ്റിമസി. ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ദെൻ കോൺട്രാസ്റ്റ്, നൈറ്റ് വേഴ്സസ് മോർണിംഗ്, ലവ് വേഴ്സസ് ഡ്യൂട്ടി, പ്രൈവറ്റ് ലൈഫ് വേഴ്സസ് പബ്ലിക് ലൈഫ്. അപ്പോൾ ആ ഒരു വേഴ്സസ് അല്ലേ, കോൺട്രാസ്റ്റും അതിൻ്റെ ഒരു എന്താണ് പോയറ്റിക് ഡിവൈസാണ്.
Okay, so these all are about the poems ഏതൊക്കെ പ്രോസ്പൈസ്, മീറ്റിംഗ് അറ്റ് നൈറ്റ്, പാർട്ടിംഗ് അറ്റ് മോർണിംഗ് റിട്ടൺ ബൈ റോബർട്ട് ബ്രൗണിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അത്രയേ ഉള്ളൂ ഈ ഒരു യൂണിറ്റിൽ ഇത്രേ തന്നെ പറയുന്നുള്ളൂ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു യൂണിറ്റ് നന്നായിട്ട് റീഡ് ഇറ്റ് കെയർഫുള്ളി ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എന്ത് ചെയ്യുക, ടെക്സ്റ്റിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു ക്ലാസ്സും കൂടിയും കണ്ടു കഴിഞ്ഞാൽ you will get the clear idea about this unit. Okay, so I hope you get all the points. So യൂണിറ്റ് 4 ഇനി പറയാനുള്ളത് റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ അടുത്ത ഒരു മെയിൻ പോയമായിട്ടുള്ള മൈ ലാസ്റ്റ് ഡച്ചസ് എന്നുള്ള ഒരു ഡ്രമാറ്റിക് മോണോലോഗാണ്. ഓക്കെ, സോ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.